ഈ ഗൗതം മേനോൻ മൂവീസാണ് റിയലി എന്നെ ഒരു ഇൻസ്പയർ ആക്കിയിരിക്കുന്നത്. ജോധ്പൂർ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷന് കാരണമായത്. എസ്പെഷ്യലി ഞാൻ പണ്ട് കോളേജ് പഠിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്ന ഒരു മൂവിയായിരുന്നു എന്നെ അറിയുന്താൽ എന്നുള്ളൊരു മൂവി. ആ എന്നെ അറിയുന്താൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. ഉനക്കെന്നെ വേണു ചൊല്ല് ഉലകത്തെ കാട്ടാ ചൊല്ല്. അന്ത സോങ് കുറച്ച് തമിഴായി പോയി, സോറി. തമിഴ് വൈബ് പണ്ടേ എനിക്കിഷ്ടമാണ്. അതാണ് ആക്ച്വലി എന്നെ ഈ ഒരു ജോധ്പൂർ കാണാൻ കൂടുതൽ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ജോധ്പൂർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ബ്ലൂ സിറ്റി എന്നറിയപ്പെടും. ശരിക്കും നമ്മളൊരു ഇന്ത്യയിലൊരു ഗ്രീസ് കാണുന്ന പോലുള്ള ഒരു സ്ഥലമാണ് ജോധ്പൂർ ബ്ലൂ സിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ചുമരിലുള്ള ഈ ചിത്രപ്പണികൾ എന്ന് പറയുന്നതാണ് മെയിൻലി ഈ ഒരു സിറ്റിയിലെ ഒരു അട്രാക്ഷൻ. രാജസ്ഥാനി പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്നാമത് നമ്മുടെ കേസിൽ ഭയങ്കര മിസ്റ്റിക് ബ്യൂട്ടിയാണ്. ദാറ്റ് ആർട്ട് എവറിത്തിങ് അതാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ചുമര് ചിത്രങ്ങളൊക്കെ കണ്ടോ ഇവിടെയുള്ള? അതൊക്കെ ഒരു ബ്യൂട്ടി തന്നെയല്ലേ മെയിൻലി. അപ്പം ഇതിൻ്റെ ഈ ചുമർ ചിത്രങ്ങളും ഈ പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഈ ബ്ലൂ പെയിൻ്റ് അടിച്ചിരിക്കുന്ന വീടുകളൊക്കെ ബ്രാഹ്മിൻസിൻ്റെ വീടുകളായിരുന്നു. പൊടി വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിന് ഈ ബ്ലൂ കളറ് കൊടുത്തിരിക്കുന്നത്. അതാണ് വെരി നൈസ് അല്ലേ. ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ പോയ സമയം ഏകദേശം ഒരു ജനുവരി മാസത്തിലാണ് ഞാൻ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് പോകണമെങ്കിൽ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ ജോധ്പൂർ കാണാൻ ഉള്ള സംഭവങ്ങൾ മെയിനായിട്ടുള്ള ഒന്ന് മെഹ്റാൻഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു ഫോർട്ട് ഉണ്ട്. പിന്നെ ഈ ബ്ലൂ സിറ്റി ഉണ്ട്. മെഹ്റാൻഗഡ് ഫോർട്ട് ഒരുപാട് മൂവീസസിൽ പാർട്ടായിട്ടുള്ളതാണ്. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ, ഡാർക്ക് നൈറ്റ് റൈസസിൽ ലാസ്റ്റ് രക്ഷപ്പെടുന്ന ബിൽഡിങ്ങൊക്കെ മെഹ്റാൻഗഡ് ഫോർട്ടാണ്. പിന്നെ ഉമൈദ് ഭവൻ, ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നൈസായ